എല്ലാവർക്കും കേരള സ്കൂൾ ട്യൂഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ മാത്സ് ആണ്. സോ മാത്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾ. സോ ഈ ചാപ്റ്ററിൽ എന്തുവാ പഠിക്കാൻ പോകുന്നത്, എന്തായിരിക്കാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ട്രയാങ്കിൾസിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. ട്രയാങ്കിൾസിനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിക്കുന്നത്? ട്രയാങ്കിൾസിൻ്റെ കുറച്ച് ഫീച്ചറാണ് പഠിക്കുന്നത്. എന്ത് ഫീച്ചറിനെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ട്രയാങ്കിളിൻ്റെ ഇക്വാളിറ്റിയാണ് നോക്കുന്നത്. ഓർ നമ്മൾ ട്രയാങ്കിൾസിനെ തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് അവർ ഏതെങ്കിലും തരത്തിൽ ഈക്വൽ ആണോ, അവർ ഈക്വൽ ആകണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് വേണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ്? സോ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾ എന്ന് പറയുന്നത് മിനിമം 3 പോയിന്റ്സ് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ജോമെട്രിക്കൽ ഷേപ്പാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നൊരു ക്ലോസ്ഡ് ഫിഗറാണ്. പോയിന്റ്സ് ഒരു പോയിന്റ് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ പോയിന്റ് അല്ലെങ്കിൽ ബിന്ദു എന്ന് വിളിക്കും. സോ ഒന്നിൽ കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ, സോ പോയിന്റ് 1, പോയിന്റ് 2, പോയിന്റ് 1, പോയിന്റ് 2നെ നമുക്ക് ഒരു ചേർത്ത് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ക്ലോസ്ഡ് ഫിഗർ അല്ല. ഒരു പോയിന്റും കൂടെ വന്നെങ്കിൽ മാത്രമേ ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ക്ലോസ്ഡ്, ഒരു എൻക്ലോസ്ഡ് ഫിഗറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രയാങ്കിളിന് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ട്രയാങ്കിളിന് 3 സൈഡുകൾ കാണും. ഇപ്പോൾ ട്രയാങ്കിളിനെ നെയിം ചെയ്യാൻ എനിക്ക് ABC. ഇഫ് ഐ എം നെയിമിങ് ദിസ് ട്രയാങ്കിൾ ആസ് ABC, ഇതിന് 3 സൈഡുണ്ട്. AB എന്ന് പറയുന്ന സൈഡ്, BC എന്ന് പറയുന്ന ഒരു സൈഡ്, AC എന്ന് പറയുന്ന സൈഡ്. ഇത് കൂടാതെ ഇവിടെ 3 ആംഗിൾസ് ഉണ്ട്. ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C. ഓക്കെ, സോ 3 സൈഡുണ്ട്, 3 ആംഗിൾസ് ഉണ്ട് ഒരു ട്രയാങ്കിൾ. ഇനി ഇത് കൂടാതെ നമുക്കറിയാൻ പറ്റുന്ന എന്തോ, നമുക്കറിയാം സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ആണ് നമുക്കറിയാം, ശരിയല്ലേ? അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന കാര്യം നമുക്കറിയാം, ശരിയല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന തിയറീസിലോട്ട് കിടക്കാം. അതിൽ ആദ്യത്തെ കൺസെപ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, so 2 triangles we are drawing here, triangle 1 and triangle 2. The theory is, if the sides of a triangle are equal to the sides of another triangle, so triangle 1, triangle 2, if the sides of a triangle are equal to the sides of another triangle, then the angles of the triangles are also equal. മനസ്സിലായ നിങ്ങൾക്ക് ആദ്യത്തെ തിയറി? if the sides of a triangle, if the sides of a triangle are equal to the sides of another triangle, മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ, then their angles also equal. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോണുകളും ആംഗിൾസും ഈക്വൽ ആണെന്ന് അവിടെ പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ പറയുന്നുണ്ട്, ക്യാൻ യു ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ. സോ 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിളിനെ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സോ ഒരു ട്രയാങ്കിൾ നമ്മൾ പറയുമ്പോൾ ട്രയാങ്കിളിൽ നമ്മളൊരു ബേസ് വെക്കും, ട്രയാങ്കിളിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഹൈറ്റ് വെക്കും, ചിലപ്പോൾ നമ്മൾ അതിനൊരു ഹൈപ്പോട്ടനസ് വെക്കും. മെയിൻലി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ബട്ട് ഏതൊരു ട്രയാങ്കിൾ നിങ്ങൾ എടുത്താലും അതിന് ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. യെസ് ഓർ നോ? സപ്പോസ് നമ്മൾ 4 സെൻറ്റിമീറ്റർ വെച്ച് ഒരു ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്യാം. 4 സെൻറ്റിമീറ്റർ ആസ് ദ ബേസ്. സോ 4 നമ്മൾ ഇവിടെ വരച്ചു, 4 സെൻറ്റിമീറ്റർ. പിന്നെ ഏതാ വരയ്ക്കേണ്ടത്? നമുക്ക് 7 വരയ്ക്കണം. 7 സെൻറ്റിമീറ്റർ ഒരു സൈഡിൽ വെച്ചു, 5 സെൻറ്റിമീറ്റർ ഒരു സൈഡിൽ വരച്ചു. സോ എനിക്കിത് ഇങ്ങനെയും വരയ്ക്കാം, ഇതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് തിരിച്ചു മറിക്കാം. അതായത് 4 ഇവിടെ വരുത്തി, 7 ഇവിടെ വരുത്തി, 5 ഇവിടെ വരുത്തി. സോ 4 ബേസ് ആയിട്ട് എനിക്ക് 2 സാമ്പിൾ കിട്ടും. അതുപോലെ 5 ബേസ് ആക്കി എനിക്ക് 2 സാമ്പിൾ കിട്ടും. 7 ബേസ് ആക്കിയിട്ടുണ്ട്, എനിക്ക് 2 സാമ്പിൾ കിട്ടും. സോ 3 സൈഡ്സ് തന്നിരുന്നാൽ എനിക്ക് അത് ഉപയോഗിച്ച് ഏകദേശം 6 ട്രയാങ്കിൾസിനെ വരയ്ക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ? 6 ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് സെയിം ആയിരിക്കും. ഓർ ഈ 6 ട്രയാങ്കിളിനെ നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. കോൺഗ്രുവൻ്റ്. സോ കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ ഈക്വൽ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. കറക്റ്റായിട്ട് പറഞ്ഞാൽ സർവ്വസമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, സർവ്വസമം.
സോ സർവ്വസമം എന്ന് പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ ഫിഗർ എക്സാക്ട്ലി ഫിറ്റ് ടു ദി അനദർ ജോഗ്രഫിക്കൽ ഫിഗർ. അതാണ് ഈ സർവ്വസമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് 5, 4, 7, ഇവിടെ 7, 5, 4 ഈ ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് ഈ ട്രയാങ്കിൾ ഇവിടെ കൊണ്ടുവച്ചാൽ വീണ്ടും എന്താണ് 5 ആണ്, 4 ആണ്, 7 ആണ്. സോ ദോസ് 2 ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ്. സർവ്വസമമാണ് ആ ട്രയാങ്കിൾ എന്ന് പറയും. സോ കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ സിംപ്ലി ഈക്വൽ എന്ന് തന്നെയാണ് മീനിങ്. സോ ട്രയാങ്കിൾസ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ജോഗ്രഫിക്കൽ ഷേപ്സ് ഈക്വൽ ആണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയും ദോസ് 2 ജോഗ്രഫിക്കൽ ഷേപ്സ് ആർ കോൺഗ്രുവൻ്റ്. കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ എക്സാക്ട്ലി സെയിം, സൈഡ്സ് സെയിം ആയിരിക്കും, ആംഗിൾസ് സെയിം ആയിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ 2 ട്രയാങ്കിൾ വരയ്ക്കുന്നു വിത്ത് ദ സെയിം സൈഡ് മെഷർമെൻറ്റ്. സൈഡ് ഏതൊക്കെയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിലെ. സോ നമ്മൾ 3 മെഷർമെൻറ്റ് തരികയാണ് സൈഡ്സ്. ഒന്നെന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, ഒന്നെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, ഒന്നെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. 3 സൈഡ്സ്. സോ ഇത് വെച്ച് എനിക്ക് എക്സാക്ട്ലി നമ്മൾ ലുക്ക് വൈസ് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള 2 എണ്ണം എടുക്കണമെങ്കിൽ ഞാൻ ഏറ്റവും ചെറുത് ബേസ് ആയിട്ട് എടുക്കും. അതായത് 3 സെൻറ്റിമീറ്റർ ഞാൻ ബേസ് ആയിട്ട് എടുക്കും. 6 എനിക്ക് ഹൈപ്പോട്ടനസ് പോലത്തെ സൈഡായിട്ട് എനിക്ക് എടുക്കാം. പിന്നെ 5 വേറൊരു സൈഡായിട്ട് എനിക്ക് എടുക്കാം. സോ 3 ഞാനൊരു സൈഡ് എടുക്കും, 6 ഞാനൊരു സൈഡിലെടുക്കും, 5 ഞാനൊരു സൈഡിലെടുക്കും. ഇതേപോലെ 6 ഞാൻ ബേസ് ആക്കി എടുക്കാൻ പോവാം. 6 ബേസ് ആക്കി എടുത്ത് ഒരു സൈഡിൽ 5ഉം ഒരു സൈഡിൽ 5ഉം ഒരു സൈഡിൽ 3യും ഞാൻ എടുക്കാം. അപ്പോൾ 2 ട്രയാങ്കിൾ എനിക്ക് കിട്ടി. രണ്ടിൻ്റെ മെഷർമെൻറ്റ് എന്തുവാ? 5, 6, 3, 5, 6, 3. സോ നമ്മളുടെ തിയറി അനുസരിച്ച് നമുക്കറിയാം, ഇഫ് the sides of a triangle are equal to the sides of another triangle, then both the triangles are congruent. കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ആംഗിളും അവരുടെ സൈഡും എല്ലാം എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും, അവർ പ്രോപ്പറായിട്ട് പ്ലേസ് ആവും. സോ പ്രോപ്പറായിട്ട് പ്ലേസ് ആവുമെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഈ 2 കൈകളും കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്തുവാ? ഈ ഒരു കൈയുടെ മുകളിൽ എനിക്ക് ഈ കൈ ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും, ഒന്നും ഇങ്ങനെ അധികം പുറത്തോട്ട് കിടക്കത്തില്ല. അതായി കോൺഗ്രുവൻറ്റിൻ്റെ മീനിങ്. മനസ്സിലായോ നിങ്ങൾക്ക്? സോ നമ്മൾ പറഞ്ഞു ട്രയാങ്കിൾ എയും ട്രയാങ്കിൾ ബിയും കോൺഗ്രുവൻ്റ് ആണ്, ഓർ അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി ഒരു ചോദ്യം വരാം, അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ആണ് സെയിം? ഇപ്പം ഞാൻ ഈ ട്രയാങ്കിൾ നെയിം ചെയ്യുകയാണ്. ട്രയാങ്കിൾ സപ്പോസ് ഐ എം നെയിമിങ് ഇറ്റ് ആസ് എ ബി സി. ഇതിനെനിക്ക് നെയിം ചെയ്യാം ഡി ഇ എഫ്. സോ 2 ട്രയാങ്കിൾ ഉണ്ട്, രണ്ടിനും ഞാൻ ഇൻഡിവിജ്വലായിട്ട് നെയിമും കൊടുത്തു. ഇനി ചോദ്യം വരുന്നത്, ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു, അതിൻ്റെ സൈഡ്സ് ഈക്വൽ. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡ് ഈസ് ഈക്വൽ ടു 5 ഏതാണ്? ഡി എഫ്. ഡി എഫിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന സൈഡ് ഈസ് ഈക്വൽ ടു എഫ് ഇ. 3 അല്ലേ 2? പിന്നെ എ സി എന്ന് പറയുന്നത് 6. എ സി ഈസ് ഈക്വൽ ടു ഡി ഇ. സോ എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ബി സി എന്ന് പറയുന്നത് 3 ആണ്. എ സി എന്ന് പറയുന്നത് എത്ര? 6 ആണ്. സോ ഇതെല്ലാം ഈക്വൽ ആണ്, സൈഡ്സ് ഈക്വൽ നമുക്ക് മനസ്സിലായി. ഇനി നമ്മളുടെ ചോദ്യം, ഏതൊക്കെ ആംഗിൾസ് ആണ് ഇതിനകത്ത് ഈക്വൽ? ഇപ്പം ഞാൻ ആദ്യത്തെ ഫിഗർ എടുക്കുകയാണെങ്കിൽ എനിക്കവിടെ ആംഗിൾ എ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. അതേ സമയത്ത് ഞാൻ രണ്ടാമത്തെ പിക്ചർ എടുത്താലോ, അവിടെ എനിക്ക് ആംഗിൾ ഡി ഉണ്ട്, ആംഗിൾ ഇ ഉണ്ട്, ആംഗിൾ എഫ് ഉണ്ട്. അപ്പോൾ ഈ 2ഉം ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതെങ്ങനെയാണ് ഈക്വൽ ആണെന്ന് അറിയാൻ, ഇപ്പോൾ ഏതൊക്കെ സൈഡാണോ ഈക്വലായിട്ട് വരുന്നത് ആ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഇപ്പോൾ എ സി എന്ന് പറയുന്നത് 6, ഡി ഇ എന്ന് പറയുന്നത് 6. ഈ 2 സൈഡുകളും ഈക്വൽ ആണ്. യെസ് ഓർ നോ? അപ്പോൾ ഈ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. എ സിക്ക് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ ബി. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ഡിക്ക് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ എഫ്. ആംഗിൾ എഫ്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? അടുത്തത് പറ. എ ബി എന്ന് പറയുന്നത് 5, ഡി എഫ് എന്ന് പറയുന്നത് 5. സോ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ സി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ഡി എഫിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇ. മനസ്സിലായോ? ഇനി ഏതാ? ബി സി എന്ന് പറയുന്നത് 3, എഫ് ഇ എന്ന് പറയുന്നത് 3. ബി സിക്ക് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു എഫ് ഇക്ക് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ ഡി. ഹാവ് യു അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ നിങ്ങൾക്ക്? ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ are equal to the sides of another triangle, then the angles opposite to the equal sides of these triangles are also equal. You can write that. Yes or no? If the sides of a triangle are equal to the sides of another triangle, then the angles opposite to the equal sides of these triangles are also equal.
പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനകത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. സോ താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിൾസിൽ മാച്ചിങ് ആംഗിൾസ് നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർ ഗെറ്റിംഗ് ഇറ്റ്? പേജ് നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 1 പറയുന്നു, 2 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 6, 4, 5 സെൻറ്റിമീറ്റർ ഉള്ള എ ബി സി എന്ന് പറയുന്നൊരു ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിൾ 6, 4, 5. സോ 6 ആണ്, 4 ആണ്, 5 ആണ്. 6 ആണ്, 4 ആണ്, 5 ആണ്. സോ സിൻസ് ട്രയാങ്കിൾ എ ബി സി's, okay, since the sides of triangle ABC are equal to the sides of triangle PQR, okay, the angles opposite to equal side also equal. Have you understood? Okay, so we are going to write what all angles are equal in these matching triangles. So first one, 6 centimeter we are taking, its opposite one is angle C. 6 opposite is angle Q. Similarly 5 opposite is angle A is equal to 5 opposite is angle R. 4 opposite is angle B is equal to 4 opposite is angle P. Have you got this? Now comes to the second one in the same question. So matching triangles are given. We need to find out the matching angles. That's it. So the image given is L, M, N, 4 centimeter, 10 centimeter and 8 centimeter. And X, Y, Z, 10 centimeter, 8 centimeter and 4 centimeter. So 4, 8, 10, 4, 8, 10. Since the sides of the triangle LMN are equal to the sides of the triangle XYZ, their angles are also same. Their angles are also equal. The equal angles are, 10 in opposite to the angle L is equal to 10 in opposite to the angle Y. 8 in opposite to the angle N is equal to 8 in opposite to the angle X. M in opposite to the angle 4 is equal to 4 in opposite to the angle M is equal to 4 in opposite to the angle Z. മനസ്സിലായോ? സോ 10 ഓപ്പോസിറ്റ് ഉള്ളത് എല്ലും വൈയും, 8 ഓപ്പോസിറ്റ് ഉള്ളത് എന്നും എക്സും, 4 ഓപ്പോസിറ്റ് ഉള്ളത് എമ്മും ഇസഡും. Okay, then comes to the second question. Second question is question number 2. Page number 11 second question. In the triangles below, so 2 triangles കൊടുത്തിട്ടുണ്ട്, ABC, PQR എന്ന് പറയുന്ന 2 triangles. So ഇതിനകത്ത് triangle first one ABC, എ എന്ന് പറയുന്നത് 40 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. പി ക്യു ആറിനകത്ത് ആംഗിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. എ ബി സി പി ക്യു ആർ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ 2 ട്രയാങ്കിൾസ്, ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ ദ ക്വസ്റ്റ്യൻ സേസ് എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. സോ എ ബിയും, സോ നിങ്ങൾ ഇങ്ങനെ ഒരു വര കൊടുക്കണം ഏതൊക്കെയാണ് ഈക്വൽ എന്ന് പറയുന്നതിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ 1, 2, 3 ഇങ്ങനെ വരകൾ കൊടുക്കുക. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ്. സോ എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ, ദെൻ ബി സി ഈസ് ഈക്വൽ ടു ആർ പി. സോ ബി സി ഈസ് ഈക്വൽ ടു ആർ പി, ദെൻ സി എ ഈസ് ഈക്വൽ ടു പി ക്യു. സി എ ഈസ് ഈക്വൽ ടു പി ക്യു. സോ ഈക്വൽ സൈഡ്സ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻ ഈസ് compute angle C of triangle ABC. Triangle ABC le angle C namukku kandathanam. Then and all angles of triangle PQR.
പി ക്യു ആറിലെ ഓൾ ആംഗിൾസും കണ്ടെത്തണം. പി ക്യു ആർ, ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഓൾ ആംഗിൾസ് ആൾസോ വി നീഡ് ടു ഫൈൻഡ്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആംഗിൾ സി വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. സോ വി നോ ദാറ്റ് ഇൻ എ triangle sum of the angles is equal to 180 degree. Yes or no? That is angle A plus angle B plus angle C is equal to 180 degree. So angle A എന്ന് പറയുന്നത് 40, angle B എന്ന് പറയുന്നത് 60, angle C is equal to 180 degree. So you can calculate angle C, that is equal to 180 minus 60 plus 40, that is 180 minus 100, that is equal to 80 degree. Yes or no? So you got the first answer of the question. Angle C of triangle ABC, that is 80 degree. Okay, so ഇത് 80 ഡിഗ്രി നമുക്ക് കണ്ടു. ഇനി നമ്മളുടെ ചോദ്യം എന്താ? പി ക്യു ആറിൻ്റെ ആംഗിൾസ്, എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. So you just write the theory here. The theory says, what does the theory says? The theory says if the sides of a triangle are equal to the sides of another triangle, then the angles opposite to the equal sides of these triangles are equal. Okay, ഇവിടെ therefore എഴുതേണ്ട, നിങ്ങൾ given എഴുതിയാൽ മതി. എ ബി is equal to ക്യു ആർ ആണ്. സോ therefore എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി, which is equal to 80 degree. Angle C നിങ്ങൾ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. Yes or no? Then given BC is equal to RP. Therefore BC ക്ക് ഓപ്പോസിറ്റ് ഏതാ? BC ക്ക് ഓപ്പോസിറ്റ് ഏതാ? കാണുന്നു നിങ്ങൾ പിക്ചർ. BC ക്ക് ഓപ്പോസിറ്റ് ഏതാ? BC ക്ക് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ എ. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു RP ക്ക് ഓപ്പോസിറ്റ് ഏതാ? angle Q, which is equal to A എത്ര? 40 degree. Okay, given മൂന്നാമത്തേതാ? CA is equal to PQ. Therefore CA ക്ക് ഓപ്പോസിറ്റ് ഏതാ? angle B is equal to PQ. PQ ന് ഓപ്പോസിറ്റ് ഏതാ? angle R is equal to angle B എത്ര വന്നിരിക്കുന്നത്? 60 degree. Okay, so ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ആംഗിൾ സി ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി, then ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ എല്ലാ ആംഗിൾസ്. സോ വി ഹാവ് ഫൗണ്ട് ദാറ്റ് വൺ. തേർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3. സോ രണ്ട് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ദ ട്രയാങ്കിൾ ആ ചോദ്യം നമുക്ക് വരയ്ക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 3 സേസ് ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് എ ബി സി ആണ്. അതിനകത്ത് ആംഗിൾ 60 തന്നിട്ടുണ്ട്, 60 ഡിഗ്രി. സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് പി ക്യു ആർ ആണ്. അതിനകത്ത് 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗിവൺ ചില ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. എ ബിയും ക്യു ആറും ഈക്വൽ ആണ്. ദെൻ BC is equal to PQ. BC is equal to PQ. Then CA is equal to RP. CA is equal to RP. മനസ്സിലാവുന്നോ? സോ ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വി നീഡ് ടു ഫൈൻഡ്, കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത്. അതായത് ആംഗിൾ ബി നമുക്ക് കണ്ടെത്തണം, ആംഗിൾ സി കണ്ടെത്തണം, ആംഗിൾ ആർ കണ്ടെത്തണം, ആംഗിൾ പി കണ്ടെത്തണം. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഷാൽ വി ഫൈൻഡ് ഔട്ട്? സോ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈക്വൽ സൈഡ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് അതുകൊണ്ട് തന്നെ ചില ആംഗിൾസ് ഈക്വൽ ആണ് നമുക്ക് മനസ്സിലാവും. സോ വി നീഡ് ടു റൈറ്റ് ദാറ്റ് വൺ. സോ ഗിവൺ in triangle ABC and triangle PQR,
എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. യെസ് ഓർ നോ? എ ബി, അങ്ങനെ നമ്മൾ ആൻസർ എഴുതി തുടങ്ങുന്നത്. എന്തുവാ ആൻസർ എഴുതി തുടങ്ങുന്നത്? ഗിവൺ ഇൻ ദ ട്രയാങ്കിൾ എ ബി സി കോമ പി ക്യു ആർ, എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. സോ ദെയർഫോർ എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ ആയാലും എന്തുവാ? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. കാര്യം എന്തുവാ? സോ യു നീഡ് ടു റൈറ്റ് ദാറ്റ് തിയറി ഹിയർ. വി നോ if the sides of a triangle is equal to the sides of another triangle, the angles opposite to equal sides also equal. മനസ്സിലാവുന്നു? അതുകൊണ്ട് ആംഗിൾ സിയും ആംഗിൾ പിയും നമുക്ക് കിട്ടി. ഇനി ഇവിടെ ബി സി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്നുണ്ട്. സോ ദെയർ ഫോർ വാട്ട്? ബി സി ആംഗിൾ എ ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു പി ക്യു ആംഗിൾ ആർ. യെസ് ഓർ നോ? ഇനി സി എ ഈസ് ഈക്വൽ ടു ആർ പി എന്നുണ്ട്. സോ സി എക്ക് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആർ പിക്ക് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ ക്യൂ. ഇനി ഇതിനകത്ത് ഏതൊക്കെ ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത് നമുക്ക്? സോ ഫ്രം ദ ഫിഗർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. സി നിങ്ങൾ എല്ലാ സ്റ്റെപ്പുകളും എഴുതണം. സ്റ്റെപ്പുകൾ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. സോ ഇവിടെ 70 ഉണ്ട്. Therefore, angle B is equal to also 70 degree. A ആയതുകൊണ്ട് ആംഗിൾ R is equal to 60 degree. So I can draw. So നിങ്ങൾ പിക്ചർ വരച്ചിട്ട് ആ പിക്ചറിനകത്ത് ഇതുപോലെ ഈ മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തണം. ഞാൻ ഇവിടെ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്നത്. ആംഗിൾ B എനിക്ക് കിട്ടി 70 കിട്ടി. ആംഗിൾ R എനിക്ക് കിട്ടി 60 കിട്ടി. അടുത്ത എഴുതണം നിങ്ങൾ. വി നോ ദി സം ഓഫ് ആംഗിൾസ് a triangle is equal to 180 degree. So angle A plus angle B plus angle C എന്ന് പറയുന്നത് എത്ര? 180 ഡിഗ്രി ആണ്. യെസ് ഓർ നോ? ആംഗിൾ സി ആണ് നമുക്ക് ഇതിനകത്ത് കണ്ടെത്തത്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 70. 180 മൈനസ് നിങ്ങൾക്ക് എ പ്ലസ് ബി എന്ന് എഴുതാം. ആദ്യം എ പ്ലസ് ബി എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാം 180 മൈനസ് 60 പ്ലസ് 70. 7 6 13. 180 മൈനസ് 130, that is 50 degree. Yes or no? So since C 50 ആയതുകൊണ്ട് P also 50. Therefore angle P is equal to 50 degree. മനസ്സിലാവുന്നു? So 50. Question number 4. ഫോർത്ത് ക്വസ്റ്റ്യൻ 12th പേജിനകത്താണുള്ളത്. ഇതിനകത്ത് 2 ട്രയാങ്കിൾസ് ചേർത്ത് വെച്ചിട്ടുള്ളൊരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ട്രയാങ്കിൾ എയും ബിയും സിയും ട്രയാങ്കിൾ ഡിയും എല്ലാ സൈഡിൻ്റെയും മെഷർമെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇവിടെ 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ചോദ്യം എന്ന് പറയുന്നത് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിളും ആൻഡ് എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾസിന്റെ ആംഗിൾസും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫിഗർ എബോ ഈ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഇതിന്റെ രണ്ടിന്റെയും ആംഗിൾസ് ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ വൈ എന്നാ ചോദ്യം. സോ നമുക്ക് നോക്കാം. ഇൻ ദ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എ സി. സോ യു നീഡ് ടു റൈറ്റ് ഇൻ ദി ട്രയാങ്കിൾ എ ബി സി, എ സി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, ബി സി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. എ ബി നമുക്കറിയത്തില്ല എത്രയാണ്. എ ബി സപ്പോസ് എക്സ് എന്ന് കൊടുക്കണം, എക്സ് സെൻറ്റിമീറ്റർ. സോ എക്സ് ഈസ് അൺനോൺ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ദെൻ ഇൻ ദ ട്രയാങ്കിൾ എ ബി ഡി, സോ ഇൻ ദി ട്രയാങ്കിൾ എ ബി ഡി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എ ഡി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. കാണാമോ? എ ഡി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. BD is equal to 6 centimeter and AB again x centimeter. We don't know. X is unknown. So x എന്നല്ല വേണമെങ്കിൽ നമുക്ക് ഇവിടെ y എന്ന് തന്നെ കൊടുക്കാം. മനസ്സിലാവുന്ന ഈ ഫിഗർ എടുക്കുമ്പോൾ ഇതിനകത്ത് y എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, y സെൻറ്റിമീറ്റർ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് when we analyze the sides of triangle ABC and ABD, so its first side AC is equal to AD is equal to 8 centimeter. Second side BC is equal to BD is equal to 6 centimeter and AB is the common side. മനസ്സിലാവുന്ന നിങ്ങൾക്ക്? എ ബി എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. സോ സിൻസ്
all the sides of triangle ABC is equal to the triangle ABD, their angles are also equal. So you can write here, since all the sides of triangle ABC is equal to sides of triangle ABD, their angles also equal. That is 8 centimeter opposite ഉള്ള ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി നമുക്കിവിടെ എഴുതാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആംഗിൾ എയും ആംഗിൾ ബിയും കോമൺ ആയിട്ട് കയറി വരുന്ന കളയും. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ടുള്ള ആംഗിൾ ഏതാണെന്ന് കൊടുക്കണം. സോ ആംഗിൾ ബി എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എഴുതാം ആംഗിൾ സി ബി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി എ. സിമിലർലി 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. യെസ് ഓർ നോ? കോമൺ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് നമുക്ക് കൊടുക്കാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഹാവ് യു ഫൗണ്ട് ദാറ്റ്? ആൻസർ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. സോ ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷോൺ ബിലോ, ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ കൊടുത്തിട്ടുണ്ട്. 4 സൈഡുള്ള ഒരു ഫിഗറാണ് നമ്മൾ ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ അവർ കൊടുത്തിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ കൊടുത്ത് ഒരു ഡയഗണൽ കൊടുത്ത് അവരിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എയും സിയും ബിയും ഡിയും. സോ ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷോൺ ബിലോ, എ ബി ഈസ് ഈക്വൽ ടു എ ഡി, എ ബി ഈസ് ഈക്വൽ ടു എ ഡി, എ ബിയും എ ഡിയും ഈക്വൽ ആണ്. ബി സി ഈസ് ഈക്വൽ ടു സി ഡി, ബി സി ഈസ് ഈക്വൽ ടു സി ഡി, ബി സിയും സി ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ വേറെ 2 ഇൻഫോർമേഷൻ കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ 30 ഡിഗ്രിയാണ്, ഇവിടെ 50 ഡിഗ്രിയാണ്. സോ 2 ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. സോ വി നീഡ് ടു കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ മറ്റുള്ള ആംഗിൾസ്, അതായത് ഇത് നമുക്ക് കണ്ടെത്തണം, ഇത് നമുക്ക് കണ്ടെത്തണം, ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഫുൾ ആംഗിൾ നമുക്ക് കണ്ടെത്തണം. സോ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി നമുക്ക് കണ്ടെത്തണം. ഓക്കെ, സോ വി നീഡ് ടു കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, നമുക്കിവിടെ എന്തോ ഉള്ളത്? നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. സോ യു ക്യാൻ റൈറ്റ് ഇൻ ദി ഗിവൺ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി 2 triangles are included. That is triangle ADC, ഞാൻ ഇതിനെ ഇങ്ങനെ നെയിം ചെയ്യാണ്, ADC, ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ADCയും ട്രയാങ്കിൾ ABCയും അങ്ങനെ 2 ട്രയാങ്കിൾ ഉണ്ട്. സോ വെൻ വി അനലൈസ് ദ സൈഡ്സ് ഓഫ് ദീസ് 2 triangles, so when we analyze the sides of triangle ADC, triangle ABC, that is AD is equal to AB, DC is equal to BC, and AC is the common side of 2 triangles. So we got this information like first triangle sides, second triangle sides equal ആണ്. So these 2 triangles are equal. So ഇങ്ങനെ എഴുതാം, since the sides of triangle ADC and triangle ABC are equal, both are equal triangles, and also their angles also equal. മനസ്സിലാണോ? ഇനി ഈക്വൽ ആംഗിൾ നമുക്ക് നോക്കാം. സോ ഈക്വൽ ആംഗിൾ നമ്മൾ എടുക്കുമ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ആംഗിൾസ്, എ സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലോങ് സൈഡ് എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്?
എ സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലോങ് സൈഡ് എന്ന് പറയുന്നത്. എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇനി സെയിം സൈഡ് ഏതാ? ആംഗിൾ ഡി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആംഗിൾ ഡി എ സി. ആംഗിൾ ഡി എ സി ഈസ് ഈക്വൽ ടു ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാ? സി എ ബി. ആംഗിൾ സി എ ബി. ഇനി ഏതാ ഉള്ളത്? ഇനി ഈ രണ്ട് സൈഡിന് ഓപ്പോസിറ്റ്. സോ എ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഡി സി എ ഈസ് ഈക്വൽ ടു എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ആംഗിൾ എ സി ബി മനസ്സിലായ പിക്ചർ നിങ്ങൾക്ക്? ആംഗിൾ ഡി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡി എ സിയും ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിയും എയും ബിയും. കാര്യം എന്തുവാ? ഇത് രണ്ടും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ 3 ആംഗിളുകളും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് വെച്ച് നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ കണ്ടെത്താൻ പറ്റും. ഡിയും ബിയും ഒന്നും തന്നിട്ടില്ല, പക്ഷേ ഡി എ സി തന്നിട്ടുണ്ട് 30. ഡി എ സി 30 ആണെങ്കിൽ സി എ ബി എത്ര? 30. സി എ ബി എന്ന് പറയുന്നത് 30. സോ ഇതെന്ന് പറയുന്നത് 30. ഡി സി എ 50 തന്നിട്ടുണ്ട്. ഡി സി എ തന്നിട്ടില്ല. ബി സി എ 50 തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡി സി എയും 50. സോ ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ നമുക്ക് അതിൻ്റെ 2 ആംഗിൾ കിട്ടി. മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടെത്താം. എങ്ങനെയാണ് എഴുതുന്നത്? 180 മൈനസ് 50 പ്ലസ് 30 എത്ര? 100. സോ ഇവിടെ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള എല്ലാ പോയിൻറ്റ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് നിങ്ങൾ എഴുതിക്കോണം. ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ആംഗിൾ എ മൊത്തത്തിൽ നിങ്ങൾ പറയണം, ആംഗിൾ സി മൊത്തത്തിൽ പറയണം, ബി ഉണ്ട്, ഡി ഉണ്ട്. സോ ആസ് എ കൺക്ലൂഷൻ യു ഹാവ് ടു റൈറ്റ് therefore the angles of quadrilateral are angle A is equal to angle A എന്ന് പറഞ്ഞാൽ എത്ര? 30 30 60. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ആംഗിൾ A is equal to ആംഗിൾ ഡി എ സി പ്ലസ് ബി എ സി. ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ ബി ബി എ സി ദാറ്റ് ഈസ് 30 പ്ലസ് 30 60. അതുപോലെ നിങ്ങൾക്ക് എഴുതാം ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എ പ്ലസ് ആംഗിൾ ബി സി എ. അങ്ങനെ എഴുതുന്നത് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എ പ്ലസ് ആംഗിൾ ബി സി എ ഈസ് ഈക്വൽ ടു 50 പ്ലസ് 50 100. സോ എ കിട്ടി, സി കിട്ടി, ബി 100 ആണ് നമുക്കറിയാം, ഡി 100 ആണ് നമുക്കറിയാം. യെസ് ഓർ നോ? 100 100 200 300 360. സോ ടോട്ടലി 360 ആണ് നമുക്ക് കിട്ടുന്ന ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസ് നമുക്ക് സം ചെയ്താൽ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ? എയും സിയും ബിയും ഡിയും കിട്ടിയോ നിങ്ങൾക്ക് ആൻസർ? യെസ് ഓർ നോ? സോ ഇവിടെ ശ്രദ്ധിച്ചോണം നിങ്ങൾ, ഇവിടെ സി ആണ് മിഡിൽ വരുന്നത്. സിയുടെ ആംഗിൾ നിങ്ങൾ സം ചെയ്യുമ്പോൾ അതിന് നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ബി സി എ എന്ന് കൊടുക്കണം, അല്ലാതെ ബി എ സി എന്നൊന്നും കൊടുത്തു കഴിയും. കാര്യം ബി സി എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആംഗിൾ, ഡി സി എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആംഗിൾ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 5 വി ഗോട്ട് ദ ആൻസർ. മനസ്സിലായോ നിങ്ങൾക്ക്? സോ നമ്മൾ 5th ക്വസ്റ്റ്യനും ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തുടരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ചെറിയ ഒരു കൺസെപ്റ്റും കൂടെ അവർ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഇഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ വുഡ് ദെയർ സൈഡ് ആൾസോ ബി ഈക്വൽ. നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു അനദർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഡി ഇ എഫ്. രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അവരുടെ ആംഗിൾസ് ആൾസോ ഈക്വൽ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ ചോദ്യം തിരിച്ചാണ്. അതായത് 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു 3 ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണോ? ആയിരിക്കില്ല. സോ ദ റിവേഴ്സ് തിയറം വോണ്ട് വർക്ക്. മീൻസ് ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഡി ഇ എഫ് ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആവണം എന്നില്ല. അത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആവണം എന്നില്ല. അത് രണ്ടും കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആവണമെന്ന് ഇല്ല. ഓക്കെ, താങ്ക് യു.